140 PR hit ചെയ്യാൻ പോകണം. 310 kgs PR ഹിറ്റ് ചെയ്ത്. ആൻഡ് ദിസ് ഈസ് എ പമ്പ്. ഞാൻ കാഫ് ട്രെയിൻ ചെയ്യുമ്പോൾ ബേസിക്കലി ഷൂസ് ഇടാറില്ല. അതിൻ്റെ കൂടെ ഞാനൊരു ടാബ്ലറ്റ് ആഡ് ചെയ്യും. അത് വേറൊന്നുമല്ല, ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഇത് പുട്ടാണ്, വെജ് പുട്ട്. സാധാ പുട്ടല്ല, വെജ് പുട്ടാണ്. ഇതിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ഇതുവരെ ഫ്രെയിമിൻ്റെ ഭയങ്കര അടുത്തായിരുന്നു, കാരണം എനിക്ക് മൈക്കൊന്ന് ചെക്ക് ചെയ്യണം, ആ വേവ്സ് ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. നൗ യു ക്യാൻ സീ മീ. ഇപ്പോൾ കുറച്ച് ബാക്കോട്ട് പോയി. ഐ തിങ്ക് ദ വോയിസ് വിൽ ബി ഫൈൻ. എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഐ എം ഗെറ്റിംഗ് റെഡി. സോ കംപ്രഷൻസ് ഗൈസ്, കുറച്ച് നാളെ എനിക്ക് ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കംപ്രഷൻ നിർബന്ധമാണ്. കാരണം കംപ്രഷൻ ഇടുമ്പോൾ എന്തോ നല്ല മൂടാണ് എനിക്ക് കംപ്രഷൻ ഇടുമ്പോൾ. ലൈക്ക് നല്ലോണം ഫീൽ ആവുന്ന പോലെ ഉണ്ട്. ഒരു ലൂസായിട്ടുള്ള പാൻറ്റ് അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ I'm not feeling that. But compression ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വൈബാണ്. Wait a second, let me show you. Yeah. Can you see me now? Alright, so guys, നമുക്കിനി പ്രീ വർക്കൗട്ട് എടുക്കാം. പ്രീ വർക്കൗട്ടിൽ ഞാൻ 2 സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഒരു പ്രീ വർക്കൗട്ട്, ഓഫ് കോഴ്സ് ഒരു പ്രീ വർക്കൗട്ടാണ്. ഇത് ബ്രാൻഡ് നെയിം ഞാൻ കാണിക്കുന്നില്ല. ഇതിനകത്ത് 6 grams സിട്രുലിൻ ഉണ്ട്, ബേറ്റാലിൻ 2 grams ഉണ്ട്. സോ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ഓക്കെ, അതിൻ്റെ കൂടെ ഞാനൊരു ടാബ്ലറ്റ് ആഡ് ചെയ്യും. അത് വേറൊന്നുമല്ല, B3, ദാറ്റ് ഈസ് നയസിൻ എന്ന് പറയും. നയസിൻ ഞാൻ ബ്രാൻഡ് നെയിം എഗെയിൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ സ്പോൺസർഡ് വീഡിയോ. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് മനസ്സിലായാൽ മതി. സോ ഗൈസ്, നയസിൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പ്രീ വർക്കൗട്ട് ആയിട്ട്. വൈ? ബിക്കോസ് നമുക്ക് നല്ലൊരു പമ്പ് തരും. ബട്ട് പ്രശ്നം എന്താ അറിയോ, നയസിൻ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വാം അപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടിംഗ്ലിങ്സും കാര്യങ്ങളൊക്കെ വരും, ഇച്ചിങ് കാര്യങ്ങളൊക്കെ വരും. സോ മേക്ക് ഷുവർ ജിമ്മിൽ പോവുക, അതിന് ശേഷം വേണം നയസിൻ വെക്കാൻ വേണ്ടി. കാരണം നയസിൻ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 10 minutes നിങ്ങൾ ഹാർഡ് കോർ വർക്കൗട്ടിലേക്ക് കയറണം. ഓക്കെ, ഇതെടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ചൊറിച്ചിലേക്ക് വരും. ഓറൈറ്റ്, സോ ഗൈസ്, ഫൈനലി ഞാൻ ജിമ്മിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇവിടെ അയൺ ടെമ്പിൾ എന്ന് പറഞ്ഞ ജിമ്മാണ്. ആസ് യു ക്യാൻ സീ ദേർ. അത് ഫോർട്ട് കൊച്ചി വെലി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ ഇതാണ് ഫോർട്ട് കൊച്ചി വെലി സ്കൂൾ, അതിന് നേരെ ഓപ്പോസിറ്റ് അയൺ ടെമ്പിൾ. ഞാൻ ഈ ജിമ്മിലാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ലെഗ് ഡേ. ഇന്നൊരു ഹെവി ക്വാഡ് ഡോമിനൻറ്റ് ലെഗ് ഡേ ആണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സ്ക്വാട്സ് ചെയ്യാൻ എപ്പോഴും ഭയങ്കര ഡീപ്പ് സ്ക്വാട്സ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ വെയിറ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഫോമാണ്. മാക്സിമം ഡെപ്തിലേക്ക് പോവുക. ചില ആൾക്കാർ വെറുതെ ജസ്റ്റ് മുട്ട് മാത്രം ഇങ്ങനെ മറക്കും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഫുൾ റെപ്സിൽ വേണം പെർഫോം ചെയ്യാൻ വേണ്ടി. എന്നാൽ മാത്രമേ ലെഗിന് മര്യാദക്ക് കിട്ടുള്ളൂ. എൻ്റെ ഇനീഷ്യലി ഒരു 6-7 years ഞാൻ ജസ്റ്റ് പ്ലേയിങ് ആയിരുന്നു. അതിനുശേഷമാണ് ഡെപ്തിലേക്ക് പോകാൻ തുടങ്ങിയത്. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഞാൻ 60 വെച്ചാണ് തുടങ്ങുന്നത് ഫസ്റ്റ് സെറ്റ്. ലെറ്റ്സ് ഗോ. സെക്കൻഡ് സെറ്റ് 100 ആണ്. സോ ഞാൻ അധികം റെപ്സ് അടിക്കാൻ പോകില്ല. മേ ബി 3. I'll finish it in 3. Last set 40, 60, 120, 140. 140 PR ഹിറ്റ് ചെയ്യാൻ പോകണം. സിംഗിൾ റെപ്പ്. ഒറ്റ റെപ്പണ്ട. Let's go. Oh, one more. PR ഇത് 150. അധികം ഫ്രണ്ടിലാണല്ലേ? എൻ്റെ ലിംസ് വലുതാ, അപ്പർ ബോഡി ചെറുതാണ്, ലിംസ് വലുതാവുകൊണ്ട് എനിക്കതുകൊണ്ട് ഇഷ്ടം. ഞാൻ ഹാക്കാണ് എപ്പോഴും ചെയ്യാറ്. ഞാൻ എപ്പോഴും അത് ഇട്ടേണ്ടാവും. എൻ്റെ ലോവർ ബോഡി ഉണ്ട്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോലെ ലോവർ ബോഡിയുടെ റേഷ്യോ അനുസരിച്ച്. പക്ഷെ അടിച്ച് വലുതായി മാത്രമേ. സോ ഗൈസ്, ഫൈനലി ലെഗ് പ്രസ് മെഷീൻ കിട്ടി. സോ ഫസ്റ്റ് സെറ്റ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് 200 kgs. മാക്സിമം ഞാൻ എൻ്റെ PR ഹിറ്റ് ചെയ്യും. 300+ ഫോം. വിൽ സി. ഇന്ന് PR ഹിറ്റ് ഞാനില്ല.
Easy. Let's go. Easy. റാപ്പ് എപ്പോഴും ലൂസ് ചെയ്യണം, സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് സെറ്റ് ലെഗ് പ്രസിൻ്റെ 300 PR ATM ആണ്. ആൻഡ് ഞാനെക്കൊണ്ട് ഒരു 3 reps ഈസ് ഫൈൻ, മാക്സ് ടു മാക്സ് 5. അതിനപ്പുറം പോകണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചുറി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 300 for 3 or 5 വെച്ച് ഒരാളടുത്ത് നിർത്തണം. No touch, only visuals. അപ്പുറമാകാം, അഥവാ ഞാൻ അളവശി കയ്യിലാവും. വെറുതെ നോക്കി തുടരുത്. തവറായി പോലും സ്ക്രീനിൽ. ആ ശരിയാ, വേറെ വഴിയില്ലല്ലേ, കുഴപ്പമില്ല, നിന്നോ, കുഴപ്പമില്ല. ആറടി ടച്ച് കണ്ടതാ, ഞാൻ പറയാം. ആ ഇതിനെ ടച്ച് കൊടുത്താൽ മതി. വേണ്ട, ടച്ച് വേണ്ട, എനിക്ക് ധൈര്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി. Let's go. ഇഞ്ചുറി വരുത്തി വെക്കണ്ട. So guys, 310 kgs PR hit ചെയ്ത്, and this is the pump. Alright. So guys, ഇത് ലെഗിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്, ആക്ച്വലി ലൈക്ക് ക്വാഡ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. സോ ഞാൻ ഇവിടെ സീറ്റഡ് ലെഗ് പ്രസ് മെഷീനിൽ സിംഗിൾ ലെഗ് പ്രസ് ചെയ്യാൻ പോകണതാണ്. ഇത് ഞാൻ ഐസൊലേഷൻ ചെയ്ത് ഭയങ്കര എന്താ പറയുക ഫോക്കസ് ചെയ്തിട്ട് പമ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അധികം വെയിറ്റ് ഇടില്ല, ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ക്വാഡ്സിനെ ബേൺ ചെയ്യാൻ വേണ്ടിയാണ്. സോ സിംഗിൾ ലെഗ് പ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാഫിലേക്ക് പോവാം. സോ സിംഗിൾ ലെഗ് ആണ്. സോ മാക്സിമം ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. സോ പുഷ്. Okay, fine. So, single leg. Let's go. Full focus quads. Burn the quads. Let's go. Leg change. Yes. 1, 2. Let's go. Okay. Boom. Yes. ക്യാമറ എത്രത്തോളം ജസ്റ്റിസ് എന്ന് പറയാൻ പറ്റില്ല. ക്വാഡ്സിൽ ഞാൻ പമ്പായി നിൽക്കണേ. സോ ആ ഡെഫിനിഷൻ കാണില്ല. അതുമല്ല ലൈറ്റിങ്ങിന് ഇഷ്യൂ. ലൈറ്റിങ്ങിൽ ഭയങ്കര ഫ്ലാറ്റ് ലൈറ്റിംഗ് ആണ്. ഞാൻ ഓട്ടോ ഇട്ട് ഷൂട്ട് ചെയ്യണേ. മാനുവലിൽ ഇട്ടിട്ട് എക്സ്പോഷറൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തതിനാൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണും. അതന്നെയല്ല ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. ബട്ട് എനിക്കധികം ക്യാമറ വർക്ക് വിഷയമാണ്. ലെറ്റ്സ് ഗോ. ഇതുവരെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ അല്ലായിരുന്നു. ഞാൻ ഇത്ര നേരം ഷൂട്ട് ചെയ്തത് നോയ്സ് വെച്ചിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ ക്ലിക്ക് ചെയ്യണത്. ഐ എം ട്രൈങ് ടു ലേൺ. ലെറ്റ്സ് ഗോ. സോ പെർഫെക്റ്റ്. So guys, finally I'm done with my legs. ഇനിയിപ്പോൾ കാഫാണ്. സോ ഞാൻ കാഫ് ട്രെയിൻ ചെയ്യുമ്പോൾ ബേസിക്കലി ഷൂസ് ഇടാറില്ല. കാരണം എനിക്ക് ആ ഒരു ഫീൽ കിട്ടണം. ഷൂസ് ഇട്ട്, കാരണം ഞാൻ ഫിംഗർ വെച്ചിട്ടാണ് പുഷ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഷൂ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷൂ ഇട്ട് ഇതേ സീറ്റഡ് ലെഗ് പ്രസ് മെഷീനിൽ കാഫ് റൈസസ് അടിക്കും. ഞാൻ ആൻസർ എങ്ങനെയാണ്. സോ ഫസ്റ്റ് നമുക്ക് ഷൂ എടുത്ത് പറ്റാം. നമ്മൾ കാഫ് അടിക്കുമ്പോൾ ക്വാഡ്സ് അടിക്കുമ്പോൾ ഇവിടെ വെക്കണം.
കാഫ് അടിക്കുമ്പോൾ ഞാൻ ഏറ്റവും എഡ്ജിൽ വെക്കും. ഈ ഫിംഗറാണ്, ഈ ഫിംഗർ ജസ്റ്റ് നിൽക്കുന്ന രീതിയിൽ എഡ്ജിൽ വെക്കും. എന്നിട്ട് ജസ്റ്റ് ഷോൾഡർ ലൈൻ്റെ നേരെ വെക്കും. And then I'll push. So this is my starting position. Okay. ഇതിന് ശേഷം കാഫ് റൈസ് ചെയ്യാം. ഫുൾ കോൺട്രാക്ഷൻ. ബൂം. ഫുൾ കോൺട്രാക്ഷൻ ആയി. എൻ്റെ ഫിംഗറിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഫിംഗർ വെച്ചാണ് പുഷ് ചെയ്യണത്. ആൻഡ് ദെൻ ഫുൾ എക്സ്പാൻഷൻ. ബൂം. സ്ട്രെച്ച്. പക്ക സ്ട്രെച്ച് ആയി. ന്യൂട്രൽ ഇതാണ്. ന്യൂട്രലിനെങ്ങാണ്ട് താഴെ പോയി. ഓക്കെ. ഫുൾ കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ. ബൂം. ഓക്കെ. സോ ഇങ്ങനെയാണ് ഞാൻ കാഫ് റൈസസ് ലെഗ് പ്രസ് മെഷീനിൽ ചെയ്യുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി, കൺട്രോൾഡ് മോഷൻ. ഇത് തന്നെ സിംഗിൾ ലെഗ് ഓടിക്കാം. അത് ഞാൻ നെക്സ്റ്റ് വീക്ക് അടിച്ച് തരാം. സോ ഇതിൻ്റെ ഒരു 4 സെറ്റ്സ് വീതം അടിക്കും. അതിനുശേഷം നമുക്ക് സീറ്റഡിലേക്ക് പോവാം. ബൂം. പമ്പ് പോയി, നല്ല പമ്പ് ഇട്ടോട്. ഐ എം എക്സ്ട്രീംലി സോറി ഗൈസ്, ബാറ്ററി തീർന്നു പോയി. ലാസ്റ്റ് 2 കാഫ് വർക്കൗട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പമ്പും കാണിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ബാറ്ററി അൺഫോർച്ചുനേറ്റ്ലി തീർന്നു പോയി. ഞാൻ ആക്ച്വലി എക്സ്ട്രാ ബാറ്ററി എടുക്കാറുണ്ട്, ബട്ട് ഇന്ന് വിട്ടുപോയി ഗൈസ്. ഞാൻ പോയിന്റ് ടു ബി നോട്ടഡ്. നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ അത് ഓർത്ത് വെക്കാം. സോ ഗൈസ്, ഞാൻ എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീലോട് കാണിച്ചു തരാം. ഐ ജസ്റ്റ് ടുക്ക് എ ഷവർ ആൻഡ് ദിസ് ഈസ് മൈ പോസ്റ്റ് വർക്കൗട്ട് മീൽ. ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ ഒന്ന് ക്യാമറ ടിൽറ്റ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. ആസ് യു കെൻ സീ ഹിയർ, ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഇത് പുട്ടാണ്, വെജ് പുട്ട്. സാധാ പുട്ടല്ല, വെജ് പുട്ടാണ്. ഇതിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സോ വെജ് പുട്ട് ആൻഡ് കടലയാണത്, കടലക്കറി. സാധാ കടലക്കറി വീട്ടിലുണ്ടാക്കുന്നത്. ആൻഡ് ദെൻ ബോയിൽഡ് കോൺ, ഒരു കോൺ ജസ്റ്റ് ഫൈബർ പർപ്പസിന് വേണ്ടിയിട്ട് കോൺ. ആൻഡ് ദെൻ പ്രോട്ടീൻ ഷേക്ക്. ഇതിൽ 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ ഉണ്ട്, അതോടൊപ്പം തന്നെ 5 grams ക്രിയേറ്റീനും ഉണ്ട്. ഓക്കെ. സോ വേ പ്രോട്ടീൻ, ക്രിയേറ്റീൻ, പുട്ട്, കടല ആൻഡ് കോൺ. ദാറ്റ്സ് മൈ പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഓൾറൈറ്റ്. സോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഐ എം ബാക്ക് ടു വ്ളോഗ്. ഓക്കെ. 2016 ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട് തുടങ്ങിയ ആളാണ് ഞാൻ. വലിയ ബ്രേക്ക് എടുത്തു. ഇറ്റ്സ് എ വലിയ കഥയാണ്. ഐ വിൽ ടെൽ യു ലേറ്റർ. സോ ഒരുപാട് നാൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് എനിക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ കൂടുതൽ വ്ളോഗ്സ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് പ്രീ മച്ച് ഇറ്റ്. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. I love you all.